ഹായ് ഡിയർ സ്റ്റുഡൻസ്, CA ഫൗണ്ടേഷൻ എക്സാം എഴുതാൻ പോകുന്ന എല്ലാ സ്റ്റുഡൻസിനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അക്കൗണ്ടിങ്, ദ ഫസ്റ്റ് പേപ്പർ ആയിട്ടുള്ള അക്കൗണ്ടിങ്ങിന്റെ എക്സാമിന്റെ പാറ്റേൺ എങ്ങനെയാണ് ഓരോ ചാപ്റ്റർ വൈസ് വെയിറ്റേജ് എങ്ങനെയാണെന്നുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ കുറച്ച് ഡ്യൂറേഷൻ കൂടുതലായിരിക്കും, പക്ഷെ എന്നോട് ക്ഷമയോടെ കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ക്ലിയർ ഐഡിയ അബൌട്ട് ദ എക്സാം കിട്ടും. ഓക്കെ, യെസ്. സോ നമുക്ക് ഡയറക്ട്ലി നമ്മുടെ ടോപ്പിക്കിലോട്ട് കടക്കാം. സോ നമുക്കറിയാം പേപ്പർ 1 ആണല്ലേ അക്കൗണ്ടിങ്. യെസ്, നമ്മുടെ ഇത് പറയുന്നത് ഫസ്റ്റ് പേപ്പർ എന്ന് പറയുന്നത് സബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. സോ ഇറ്റ്സ് നോട്ട് OMR അതുപോലത്തെ MCQ ക്വസ്റ്റ്യൻസ് അല്ല. ഓക്കെ, നമ്മൾ റിട്ടൺ ആയിട്ടുള്ള എക്സാം. ഓക്കെ, നമ്മുടെ ടൈം എന്ന് പറയുന്നത് 3 hours ആണ്, അതായത് 180 മിനിറ്റ്. അതായത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ടൈം ഈസ് ഇമ്പോർട്ടൻറ്റ്. ഞാൻ എപ്പോഴും സ്റ്റുഡൻസിനോട് പറയാറുള്ളതാണ്, നമ്മൾ മാക്സിമം 100 മാർക്സിന് എന്ത് ചെയ്യണം, നമ്മൾ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യണം. ഓക്കെ, മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യണം, 100 മാർക്സിന് ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യണം. കാരണം എന്ന് വെച്ചാൽ നമുക്കൊരു അക്യുറസി എപ്പോഴും അക്കൗണ്ടൻസിയിൽ കിട്ടാനില്ല. ചിലപ്പോൾ ബാലൻസ് ഷീറ്റ് ടാലി ആവാറില്ല, അതുപോലെ തന്നെ ട്രയൽ ബാലൻസ് ചിലപ്പോൾ ടാലി ആയിക്കോണമെന്നില്ല. അപ്പൊ കുറെ ഇഷ്യൂസ് അങ്ങനെ വരാറുണ്ട്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, മാക്സിമം മാർക്ക് എന്ത് ചെയ്യണം, അറ്റൻഡ് ചെയ്യണം. അപ്പൊ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിലൊക്കെ നിങ്ങൾക്ക് ഓരോ ക്വസ്റ്റ്യനിലും ഒരു 70 to 80% സ്കോർ ചെയ്താൽ പോലെ തന്നെ ഓവറോൾ നിങ്ങൾക്ക് എബോവ് 60 എന്തായാലും സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, ദാറ്റ്സ് ദ ഇമ്പോർട്ടൻറ്റ് ഓഫ് ഫുൾ അറ്റൻഡ് ചെയ്യുന്ന ഒരു ലോജിക് അതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഏകദേശം 1 മാർക്ക് ഞാൻ ഇതിവിടെ നോക്കട്ടെ, ഇവിടെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് 1 മാർക്ക് നമുക്ക് കിട്ടാനുള്ള നമ്മുടെ ടൈം എടുക്കുന്നത് പറയുന്നത് 1.8 മിനിറ്റ്സേ പറ്റുള്ളൂ. ഓക്കെ, 1.8 മിനിറ്റ് കൊണ്ട് നമ്മൾ 1 മാർക്ക് സ്കോർ ചെയ്തിരിക്കണം. യെസ്, സപ്പോസ് നിങ്ങൾക്ക് കാൽക്കുലേറ്റർ ഒക്കെ ഉണ്ടായതുകൊണ്ട് ഏകദേശം എക്സാമിന്റെ ഇടയിലും അത് ചെക്ക് ചെയ്യാം. അതുപോലെ തന്നെ നോക്കണം, സപ്പോസ് ഒരു 4 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടെന്ന് വിചാരിക്കും. ഞാൻ കുറച്ച് എക്സാമ്പിൾസ് എടുത്തതാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് എത്ര ടൈം എടുക്കാൻ പറ്റും, ഒരു അപ്രോക്സിമേറ്റ് കണക്ക് പറയുന്നത് നമുക്ക് കൃത്യമായിട്ട് എക്സാമിൽ പാലിക്കാൻ പറ്റില്ല. എങ്കിൽ കൂടെ നമുക്കൊരു പരിധി വരെ എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഐഡിയ കിട്ടും. ഞാൻ പറയുന്നത് 100 മാർക്സിന് എഴുതുന്നതിനെ പറ്റിയില്ല. സോ 5 മാർക്സ് ഒരു 4 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ ഏകദേശം 7.2 മിനിറ്റ്സ് കൊണ്ട് നമ്മൾ ആ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് 100 മാർക്സിന്റെ ക്വസ്റ്റ്യൻ എഴുതാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ 5 മാർക്സിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ അത് 9 മിനിറ്റ്സ് കൊണ്ട് എന്ത് ചെയ്യണം, നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. എന്നാലും നമുക്ക് 100 മാർക്ക് കൊണ്ട് 100 മാർക്സിന്റെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എക്സാം. ഓക്കെ, സപ്പോസ് ഈ 10 മാർക്കിന്റെ ആണെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി അത് 18 മിനിറ്റ്സ് ആയിരിക്കും. അപ്പൊ നിങ്ങൾ അതിന്റെ ബേസിസിൽ എന്ത് ചെയ്താൽ മതി, കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഓക്കെ, യെസ്. ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ പേപ്പർ എന്ത് ചെയ്യാം, അനലൈസ് ചെയ്യാം. ഓക്കെ, യെസ്. അപ്പൊ ഞാൻ നോക്കട്ടെ, ഇവിടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ടുണ്ട്. സോ കഴിഞ്ഞ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സോ നമുക്ക് ടോട്ടലി, അതായത് ഇതിന്റെ മുകളിൽ എഴുതിയിട്ടുണ്ട് ടോട്ടൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് 6 ആണ്. 6 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ടോട്ടൽ നമ്പർ ഓഫ് പേജസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് 12. അതുപോലെ തന്നെ 3 hours ആണ് എന്ത് വരുന്നത്, ടൈം ഡ്യൂറേഷൻ വരുന്നത്. എല്ലാപ്പോഴും എക്സാമിന്റെ ഇത് പാറ്റേൺ സെയിം ആണ്. സോ ക്വസ്റ്റ്യൻ നമ്പർ 1 എന്ന് പറയുന്നത് എന്താണ്, കമ്പൽസറി ക്വസ്റ്റ്യൻ ആണ്, തീർച്ചയായിട്ടും നമ്മൾ അറ്റൻഡ് ചെയ്യണം. അതുപോലെ തന്നെ ബാക്കി റിമൈനിങ് വരുന്ന 5 ക്വസ്റ്റ്യൻസിൽ നമ്മൾ എത്ര അറ്റൻഡ് ചെയ്താൽ മതി, 4 അറ്റൻഡ് ചെയ്താൽ മതി. അതായത് സിമ്പിൾ 6 ക്വസ്റ്റ്യൻസ്, ഫസ്റ്റ് 1 കമ്പൽസറി, റിമൈനിങ് 5ൽ 4 അറ്റൻഡ് ചെയ്യണം. അങ്ങനെ ടോട്ടൽ 100 മാർക്സ്. ഇനി ഓരോ ക്വസ്റ്റ്യനും നമ്മൾ വരുന്നത് 20 മാർക്സ് ആണ്. സോ നോക്കിക്കോ, ഞാൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇവിടെ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. സോ നോക്കട്ടെ, 1, 2, 3 എന്ന് പറയുന്ന റെഡിൽ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, അതാണ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. സോ നോക്കി, ഇത് തന്നെയാണ് എല്ലാത്തിൻ്റെ പാറ്റേണും. ഞാൻ ജസ്റ്റ് അതിന്റെ സമ്മറി പറയുന്നത്. നമുക്ക് ഇനി ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ പോകാം. ഇത് ഫസ്റ്റ് 1 എന്ന് പറയുന്നത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ഫസ്റ്റ് അതിലെ A ക്വസ്റ്റ്യൻ, ഒന്നിൽ തന്നെ സബ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. സോ A ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 12 മാർക്സിന്റെ ആണ്. അത് ട്രൂ ഓർ ഫാൾസ് ആയിരിക്കും. സോ നമുക്കത് ഇവിടെ കാണാം. ജസ്റ്റ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കണം, സ്റ്റേറ്റ് വിത്ത് ദ റീസൺ വെദർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ ഓർ ഫാൾസ്. സോ ഒരു ട്രൂ ഓർ ഫാൾസ് ആയിരിക്കും എന്തില്ല ക്വസ്റ്റ്യൻ ഉണ്ടാവുക. ഒബ്വിയസ്ലി ഇവിടെ 6 തന്നിട്ടുള്ളത്, അതായത് ഓരോന്നതിൽ 2 മാർക്സ് വെച്ചിട്ട്. സോ ദാറ്റ്സ് എ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ അതിലൊരു B ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന ഒരു 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. സോ നോക്കടാ, ഒരു തിയറി ക്വസ്റ്റ്യൻ ആണ്. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ബുക്ക് കീപ്പിംഗ് ആൻഡ് അക്കൗണ്ടിങ്. നിങ്ങൾ ആൾറെഡി പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, യെസ്. അത് നമ്മൾ ആ ടാബിലൊക്കെ വരച്ചിട്ട് നമ്മൾ മനോഹരമായിട്ട് അതിന്റെ ആൻസർ ചെയ്യണം. ഓക്കെ, യെസ്. അതാണെന്ന് പറയുന്ന ഒരു 4 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ. പിന്നെ നോക്കടാ, പാസ് ദ ജനറൽ എൻട്രീസ് എന്ന് പറഞ്ഞിട്ട് വീണ്ടും C, ഫസ്റ്റ് കമ്പൽസറി ക്വസ്റ്റ്യൻ ആണ്. സോ നിങ്ങൾ എന്തിനും തീർച്ചയായിട്ടും അറ്റൻഡ് ചെയ്യണം. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞു. ഓക്കെ, BC. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. പിന്നെ എന്ന് പറയുന്നത്, അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കമ്പൽസറി ആണ്. സോ അത് അങ്ങനെ 20 മാർക്സ് നമുക്ക് കിട്ടി. ബാക്കി വരുന്ന 2, 3, 4, 5, 6ൽ നമ്മൾ എന്ത് ചെയ്യണം, അപ്പൊ ഒന്നാമത്തെ കഴിഞ്ഞു. ഫസ്റ്റ് ഇതൊരു തിയറി ക്വസ്റ്റ്യൻ, ട്രൂ ഓർ ഫാൾസ്, പിന്നെ തിയറി, പിന്നെ ജേണൽ. പിന്നെ ബാക്കി വരുന്ന 5 ക്വസ്റ്റ്യൻസിൽ 4 അറ്റൻഡ് ചെയ്താൽ മതി. അങ്ങനെ 5 ക്വസ്റ്റ്യൻ ഈച്ച് ക്വസ്റ്റ്യൻസിന് 20 മാർക്സ്, അങ്ങനെ ടോട്ടൽ 100 മാർക്സ് ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ വരുന്നത്.
ഓക്കെ, അതായത് ആക്ച്വൽ ടോട്ടൽ എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ പേപ്പറിൽ ടോട്ടൽ എത്ര മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഉണ്ടാവും? 120 ഉണ്ടാവും, പ്ലസ് ഒരു ഓർ ക്വസ്റ്റ്യൻ ഉണ്ടാവും. അതായത് ആക്ച്വൽ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് 125 മാർക്സിന്റെ എല്ലാ ക്വസ്റ്റ്യൻസും ഓറും എല്ലാം കൂടെ ആഡ് ചെയ്ത് 125 ഉണ്ടാവും. അതിൽ നമ്മൾ എത്ര അറ്റൻഡ് ചെയ്താൽ മതി? 100 മാർക്സിന്റെ അറ്റൻഡ് ചെയ്താൽ മതി. ഗോട്ട് ഇറ്റ്? യെസ്. ഇനി എന്ന് പറയുന്നത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 10 മാർക്സ്. നോക്കിയേ, ഫസ്റ്റത്തെ 10 മാർക്സിന്റെ ഒരു ക്വസ്റ്റ്യൻ എ, രണ്ടാമത്തത് ബി എന്ന് പറയുന്നത് വീണ്ടും ഒരു 10 മാർക്സിന്റെ ക്വസ്റ്റ്യൻ. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഉണ്ട്, ഇത് രണ്ടും 10 മാർക്കാണ്. സപ്പോസ് നിങ്ങൾ നോക്കണം, അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ കണ്ടോ? അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ അവിടെ മാർക്ക് ചെയ്തു. ഈ അഞ്ചാമത്തെ ക്വസ്റ്റ്യനിൽ 5, 5, 10 ആണ്. ആക്ച്വലി അവിടെ 3 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്താലേ നമുക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ? 20. സപ്പോസ് ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ വെച്ചാൽ കുഴപ്പമില്ല, പക്ഷെ സംടൈംസ് ഈ 5 മാർക്സിന്റെ ഒക്കെ ഡിഫിക്കൽട്ടി ക്വസ്റ്റ്യൻസ് ആയി വരും. അപ്പൊ എന്താ പ്രശ്നം ചോദിച്ചാൽ, നമ്മൾ ഡിഫറെന്റ് ക്വസ്റ്റ്യൻ, ഒബ്വിയസ്ലി അത് അങ്ങനെ വരിക, ഡിഫറെന്റ് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുമ്പോൾ ടൈം മോർ കൺസ്യൂമിംഗ് ആയിരിക്കും. അപ്പൊ നിങ്ങൾ അത് നോക്കിയിട്ട് വേണം കാര്യങ്ങൾ ചെയ്യാൻ. അതായത് 10 മാർക്സിന്റെ 10 മാർക്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നുകൂടെ സിമ്പിൾ ആയിരിക്കും, 2 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്താൽ മതി. പക്ഷെ 5, 5, 5, 10 ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ, ഒരു ക്വസ്റ്റ്യൻ വരുന്നതെന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ മോർ ടൈം കൺസ്യൂം ചെയ്യേണ്ടി വരും. സോ അത് ശ്രദ്ധിച്ചിട്ട് വേണം എക്സാമിന് എഴുതാൻ. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ റീഡിംഗ് ടൈമിലൂടെ അതൊന്ന് ഒരു മൈൻഡിൽ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പൊ നോക്കാം, അങ്ങനെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ 10. വീണ്ടും മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വീണ്ടും 10 എന്താ പറയാ 10 മാർക്കിന്റെ വീണ്ടും ക്വസ്റ്റ്യൻ ആണ്. സോ അതിനുശേഷം വീണ്ടും അതിൽ തന്നെ സി ക്വസ്റ്റ്യൻ 3 മാർക്കിന്റെ ഒരു വീണ്ടും 10 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ. അങ്ങനെ വീണ്ടും മൂന്നാമത്തെ ക്വസ്റ്റ്യൻ 10. ഓക്കെ, ഇങ്ങനെ തന്നെ ആയിരിക്കും പാറ്റേൺ. ഫോർത്ത് വൺ വീണ്ടും 10 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ എത്ര മിനിറ്റ് ടൈം ഉള്ളൂ? ആകെ 18 മിനിറ്റ്സ് ഉള്ളൂ. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. യെസ്. അതുപോലെ തന്നെ നമ്മുടെ ഫോർത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ വീണ്ടും 10 എന്നുള്ള ഒരു പാറ്റേൺ ആണ് വീണ്ടും ഫോളോ ചെയ്യുന്നത്. സോ അങ്ങനെ 10 മാർക്കിന്റെ 2 ക്വസ്റ്റ്യൻസ് കാണാമല്ലോ. യെസ്. ഓക്കെ, അങ്ങനെ ബിയും 10 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ. ഗോട്ട് ഇറ്റ്? യെസ്. ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യനിലോ നിങ്ങൾ ശ്രദ്ധിക്കണം. അഞ്ചാമത്തെ ക്വസ്റ്റ്യന്റെ പാറ്റേൺ വെച്ചാൽ മിക്ക ക്വസ്റ്റ്യനും ഇങ്ങനെ തന്നെയാണ് വരുന്നത്. ഇതെന്ന് പറയുന്നത് നമ്മളിപ്പോൾ 2024 നടന്നതാണ്. ഓക്കെ, നിങ്ങൾ ഈ 2025 എക്സാം എഴുതാൻ പോകുമ്പോൾ ഇങ്ങനെ തന്നെ ആയിരിക്കും, സെയിം പാറ്റേൺ ആയിരിക്കും. സോ നോക്കണം, അഞ്ചാമത്തെ എന്ന് പറയുന്നത് ആദ്യം ഒരു 5 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ മാത്രമല്ല, അതില് ബി ക്വസ്റ്റ്യനിൽ നോക്കണം, ഒരു ഓർ ക്വസ്റ്റ്യൻ ആക്ച്വലി കയറി വരുന്നുണ്ട്. ശ്രദ്ധിച്ചോ, ഒരു ഓർ ക്വസ്റ്റ്യൻ ഉണ്ട്. അതായത് ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം അറ്റൻഡ് ചെയ്താൽ മതി. അതാ ഞാൻ പറഞ്ഞത് 120 ഒരു ക്വസ്റ്റ്യൻ നമുക്ക് അഡീഷണൽ ക്വസ്റ്റ്യനും സ്കിപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, അതിൽ പ്ലസ് ഒരു ഓർ ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. ഓക്കെ, അങ്ങനെയാണ് 125 വരുന്നത്. ഗോട്ട് ഇറ്റ്? യെസ്. അപ്പൊ ഈ അഞ്ചാമത്തിന്റെ പാറ്റേൺ കണ്ടോ? യെസ്. ഓക്കെ, അത് നിങ്ങൾ സെലക്ട് ചെയ്യുക ഏതൊക്കെയാണ്. അതൊക്കെ നമുക്ക് എന്താ പറയാ, നമ്മൾ എക്സാം എഴുതുന്നതിന് മുമ്പ് തന്നെ ഒരു ജസ്റ്റ് ഒരു പ്ലാനിങ്ങിനോട് കൂടെ എഴുതണം, എന്നാലും നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, യെസ്. അപ്പൊ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ദെൻ ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, സിക്സ്ത് ക്വസ്റ്റ്യൻ നോക്കടാ. ആറാമത്തെ എ ക്വസ്റ്റ്യൻ 15 മാർക്ക്. എടാ മിക്കവാറും ഞാൻ ഇങ്ങനെ കണ്ടിട്ടുണ്ട്, ഇത് കമ്പനി അക്കൗണ്ട്സാണ്. കമ്പനി അക്കൗണ്ട്സിൽ മിക്കവാറും ഇങ്ങനെ ഒരു ഹൈ മാർക്കിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഇത് സപ്പോസ് മിക്കതിലും നമുക്ക് കമ്പനി അക്കൗണ്ട്സ് സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? സ്കോർ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, യെസ്. അതുപോലെ തന്നെ നോക്കണം, അതിലൊരു തിയറി ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പൊ ആക്ച്വലി നമ്മൾ ആകെ 2 തിയറി ക്വസ്റ്റ്യൻസ് കണ്ടോളൂ. ഓക്കെ, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യന്റെ പാറ്റേൺ. വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം, ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ ഈ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ലിങ്ക് കൊടുക്കാം, നിങ്ങൾ എന്തായാലും വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അപ്പൊ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ പാറ്റേൺ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് സെക്ഷനിൽ ചോദിക്കാം. ഓക്കെ, യെസ്. ഇനി നമ്മൾ ഇതിന്റെ വെയിറ്റേജിനെ കുറിച്ചാണ്. ഓരോ ചാപ്റ്ററും എത്ര വെയിറ്റേജ് ഉണ്ട്, എങ്ങനെയാണ് കാര്യങ്ങൾ എന്നുള്ളത്. ഓക്കെ, ഞാൻ ഇവിടെ ചാപ്റ്റർ, യൂണിറ്റ്, നെയിം കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. സോ ഫസ്റ്റ് തിയററ്റിക്കൽ ഫ്രെയിംവർക്ക് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. സോ അതിന് മാക്സിമം നമുക്ക് 10 മാർക്സിനാണ് എന്ത് ചെയ്യുന്നത് ക്വസ്റ്റ്യൻസ് വരിക. 10 മാർക്സിന് വരും. മിനിമം എന്ന് പറയുന്നത് 5 ആണ്. ഒരു 5 to 10 എന്ന് പറയുന്നത് ഫോളോ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ അക്കൗണ്ടിങ് പ്രോസസ് എന്ന് പറയുന്ന ചാപ്റ്ററിന് 5 to 10 സെയിം വെയിറ്റേജ് ആണ്. അതുപോലെ തന്നെ നോക്കടാ, ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് ഒരു കാരണവശാലും ഉണ്ടാകില്ല. ഒന്നല്ലെങ്കിൽ 5 to 10 എന്ന് പറയുന്നത് എന്തായാലും കമ്പൽസറി ക്വസ്റ്റ്യൻ ആണ് ബാങ്ക്സിൽ. അപ്പൊ ആ ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു 8 മാർക്ക് എന്തായാലും അഷുറൻസ് ചെയ്യാം, ആവറേജ്. ഓക്കെ, അതുപോലെ തന്നെ ഇൻവെന്ററീസ്, അതിന്നും എത്ര 5 to 6 ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, യെസ്. അപ്പൊ അതും പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്ര 5 to 6 ഇതാക്കാം. അതുപോലെ തന്നെ ഡിപ്രീസിയേഷൻ ആമോർട്ടൈസേഷൻ 5 to 8 വരുന്നത്. ഓക്കെ, മാക്സിമം 8, മിനിമം 5. എടാ ഞാൻ ഈ ഒരു ഡിപ്രീസിയേഷൻ എന്ന് പറയുന്ന ഒരു ഇത് ഈ ചാപ്റ്ററിനെ പറ്റി അറിയുമ്പോൾ ആലോചിക്കണം. ഞാൻ എക്സാം എഴുതിയ സമയത്ത് ആക്ച്വലി അന്ന് ഡിപ്രീസിയേഷൻ എനിക്ക് 70+ കോൺസുലേറ്റ് ഉണ്ടായിരുന്നു. സോ ഡിപ്രീസിയേഷനിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ആക്ച്വലി അത് 5 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. പക്ഷേ ഞാൻ ഈ 5 മാർക്സിന്റെ ടൈം അല്ല ആക്ച്വലി ഇൻവെസ്റ്റ് ചെയ്തത്. എന്നിട്ട് ഞാൻ ഒരുപാട് സമയം ഞാൻ ആക്ച്വലി വായിച്ചപ്പോൾ എനിക്കത് സിമ്പിൾ ആയിട്ട് പോയി. പക്ഷെ ചെയ്ത് തന്നപ്പോൾ ഞാൻ അതുപോലെ ഒരുപാട് ടൈം ഇൻവെസ്റ്റ് ചെയ്തു. അതുകൊണ്ട് തന്നെ എനിക്ക് മറ്റേ ക്വസ്റ്റ്യൻസിന്റെ ടൈം കൂടെ ഇതിലോട്ട് അലോക്കേറ്റ് ചെയ്യേണ്ടി വന്നു.
അപ്പൊ നിങ്ങൾ ഒരു കാരണവശാലും സപ്പോസ് ഒരു ക്വസ്റ്റ്യൻ കിട്ടുന്നില്ല എന്ന് വിചാരിക്കുക, അതിന്റെ ലിമിറ്റഡ് ടൈം കഴിഞ്ഞിട്ടും നമുക്ക് ആ ക്വസ്റ്റ്യൻ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ലീവ് ഇറ്റ്, അത് അവിടെ വിടുക. എന്നിട്ട് എന്ത് ചെയ്യുക, അതിലെ ഗ്യാപ്പ് വിട്ടോ. ഇഷ്ടം പോലെ പേപ്പർ വരുന്നുണ്ടല്ലോ, സോ വേറൊരു പേപ്പറിൽ എന്ത് ചെയ്യുക, അടുത്ത ക്വസ്റ്റ്യൻ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് ലാസ്റ്റ് കഴിഞ്ഞിട്ട് ടൈം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ഇതിലോട്ട് വരാം. കാരണം നമുക്ക് സപ്പോസ് നമ്മൾ പാനിക് ആയി കഴിഞ്ഞാൽ നമുക്ക് ആ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, നമ്മൾ ആകെ വെറിയാവും, മനസ്സിലാവും. സോ നമ്മുടെ മൈൻഡ് ആകെ ലോക്ക് ആവും. അപ്പോൾ ഒരു ഫ്രീ കിട്ടാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ഒരു ഈസി ക്വസ്റ്റ്യനിലോട്ട് അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് പോകാം. ചിലപ്പോൾ നമുക്ക് വീണ്ടും എല്ലാം കഴിഞ്ഞിട്ട് വീണ്ടും ഇതിലോട്ട് വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഇത് കത്തും, മനസ്സിലാവും. സോ നിങ്ങളത് ബുദ്ധിപരമായിട്ട് ഉപയോഗിക്കണം. ഓക്കെ, യെസ്. പിന്നെ നമ്മുടെ 6ാമത്തെ ക്വസ്റ്റ്യൻ, ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആൻഡ് പ്രോമിസറി നോട്ട് വീണ്ടും 5 to 10 ഉണ്ടോ. ഇതൊക്കെ കമ്പൽസറി. ഈ ഏരിയാസ് നോക്കണേ ഉണ്ടോ, എല്ലാം നമുക്ക് കമ്പൽസറി. അതിന് നമുക്കൊരു 5 മാർക്സ് ഈ ചാപ്റ്റർ ഒക്കെ പഠിച്ചതിന് അഷുറൻസ് ചെയ്യാൻ പറ്റുന്ന ചാപ്റ്റേഴ്സ്. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഓഫ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ 10 to 8 ആണ് അതിന്റെ വെയിറ്റേജ് വരുന്നത്. അക്കൗണ്ട്സ് ഓഫ് ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ് 6 to 8. അതുപോലെ തന്നെ പാർട്ട്ണർഷിപ്പ് 15 to 20. എടാ ഞാൻ ആക്ച്വലി 15 to 20 എന്ന് പറയുന്ന ഈ പാർട്ട്ണർഷിപ്പ് സ്കിപ്പ് ചെയ്യാറുണ്ട്. കാരണം നമുക്കൊരു ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്യാം. അപ്പൊ നമ്മൾ നമ്മുടെ 6 ക്വസ്റ്റ്യൻ നമ്മൾ ഫസ്റ്റ് 1 കമ്പൽസറി, റിമൈനിങ് 5 ഒന്നും ഏതെങ്കിലും ഒന്ന്. അപ്പൊ ഈ പാർട്ട്ണർഷിപ്പിന്റെ ആക്ച്വലാണ് സ്കിപ്പ് ചെയ്താൽ മതി, മനസ്സിലായോ. അപ്പൊ ആ ഏരിയ പഠിക്കുകയും വേണ്ട. എനിക്ക് തോന്നുന്നു കമ്പൽസറി നമ്മൾ സാധാരണ ഒരുപാട് ആൾക്കാർ പാർട്ട്ണർഷിപ്പ് സ്കിപ്പ് ചെയ്യാറുണ്ട്. പാർട്ട്ണർഷിപ്പ് ആൻഡ് LLP അക്കൗണ്ട്സ്. സോ വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. ഓക്കെ, യെസ്. പിന്നെ നോക്കട്ടെ ലാസ്റ്റ് വൺ, ചാപ്റ്റർ 11 കമ്പനി അക്കൗണ്ട്സ്. ഒരു കാരണവശാലും ഞാൻ സ്കിപ്പ് ചെയ്യരുതെന്ന് പറയും. വെരി വെരി സിമ്പിൾ ചാപ്റ്റർ, വളരെ കുറഞ്ഞ കൺസെപ്റ്റ് ഉള്ളൂ. നമുക്കൊരു 15 മാർക്ക് അഷുറൻസ്, 15 to 20 മാർക്സ് ഇവിടുന്ന് അഷുറൻസ് ചെയ്യാം കമ്പനി അക്കൗണ്ട്സ്. ആകെ മാർക്ക് ചെയ്യാൻ 50. കമ്പനി അക്കൗണ്ട്സ് നന്നായിട്ട് പഠിച്ചാൽ തന്നെ അവിടെ 15 കിട്ടി. ബാക്കി ആകെ 25 മാർക്ക് ആവശ്യമുള്ളൂ. ഓക്കെ, അത് ഏതെങ്കിലുമൊക്കെ ആയിട്ട് നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ ഷുവർ ആയിട്ടും പാസ് ആവണം. തോൽക്കുക എന്ന് പറയുന്നത് പലപ്പോഴും അക്കൗണ്ട്സിൽ എനിക്ക് ഡിഫിക്കൽട്ട് വരും, ഞാൻ പറയുന്ന പ്രകാരം. അതുപോലെ തന്നെ ഇപ്പം നമുക്ക് നിങ്ങൾക്ക് ക്ലാസ്സസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യാം. ആ നമ്പർ വിത്ത് എവറിഥിങ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ലേ, എല്ലാ ഇല്ലുസ്ട്രേഷനും നിങ്ങൾ ചെയ്യുകയും ഇത്രയും ഇതിനെ പറ്റി നിങ്ങൾ പാർട്ട്ണർഷിപ്പ് സ്കിപ്പ് ചെയ്തോ, സപ്പോസ് പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ കമ്പനി അക്കൗണ്ട്സും ബാക്കിയുള്ളതൊക്കെ പഠിച്ചാൽ മതി. ഓക്കെ, ഇത് അത്ര കൂടുതൽ കുറേ ഒരു ഏരിയാസ് ഒന്നുമില്ല, വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുള്ളൂ. സോ നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് എക്സാം എഴുതുക. ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്.